പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ചില പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ അന്തത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന ഒരു ദിശാസൂചന നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം കേരള കോൺഗ്രസ് എം ആണ്. മത്സരിച്ച 12 സീറ്റിൽ ഒന്നുപോലും വിജയിക്കുവാൻ കഴിയാതെ സംപൂജ്യരായി നിൽക്കുന്ന കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ ഉചിതമായ രാഷ്ട്രീയ തീരുമാനമെടുത്തില്ല എങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അപ്രതീക്ഷിതമാക്കി പോകുന്ന തിരഞ്ഞെടുപ്പുകളായിരിക്കാം ഇനി വരിക എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം LDFിൻ്റെ ഭാഗമായി മത്സരിച്ചാലും UDFിൻ്റെ ഭാഗമായി മുന്നണി വിട്ട് വന്നു മാറി മത്സരിച്ചാലും പഴയൊരു പ്രതാപം നിലനിർത്തുവാൻ സാധ്യതയില്ല. ഇനി ഒരുപക്ഷെ 5-6 സീറ്റുകളൊക്കെ മാത്രമായിരിക്കും നിയമസഭയിൽ മത്സരിക്കുവാൻ ലഭിക്കുക. ലോക്സഭയിലാണെങ്കിൽ അവരുടെ സീറ്റ്, കോട്ടയം സീറ്റ്, അത് കേരള കോൺഗ്രസ് ജോസഫ് പിടിച്ചെടുത്തു കഴിഞ്ഞു. ആ സീറ്റ് ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവുമില്ല. അതായത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ താഴ്ചയുടെ ഏറ്റവും അടിസ്ഥാനമായ തിരഞ്ഞെടുപ്പായിരുന്നു ഇതെന്ന് പറയാം. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് എം അവർക്ക് പഴയ പ്രതാപം നിലനിർത്തുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കേരള കോൺഗ്രസ് ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ മത്സരിച്ച 8 സീറ്റുകളിൽ 7 സീറ്റും വിജയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ UDFിനോടൊപ്പം നിന്നതുകൊണ്ട് ആ രാഷ്ട്രീയ അടിയൊഴുക്കിൽ ലഭിച്ച വിജയമായിരിക്കാം. ഇനി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെടും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനിയൊരു കേരള കോൺഗ്രസ് ബി, ബാലകൃഷ്ണപിള്ളയുടെ ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ് എം പത്തനാപുരത്ത് 8310 വോട്ടുകൾക്കാണ് ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയോട് പരാജയപ്പെടുന്നത്. ജ്യോതികുമാർ ചാമക്കാല ആ മണ്ഡലത്തിൽ എല്ലായിടത്തും സജീവമാണ്. കല്യാണം, നൂലുകെട്ട്, മരിപ്പ് എല്ലായിടത്തും സജീവമാണ്. ഇനിയൊരു ഇലക്ഷനിൽ അവിടെ നിന്ന് ഗണേഷ് കുമാർ വിജയിക്കുക അസാധ്യമാണ്. ഇനി ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി LDF അവിടെ ഗണേഷ് കുമാറിന് സീറ്റ് കൊടുത്തേക്കാം. അതിലും പരാജയപ്പെട്ടാൽ ആ പ്രസ്ഥാനവും ഗണേഷ് കുമാറും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അപ്രതീക്ഷിതമാകും എന്നു തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെ മറ്റൊരു കേരള കോൺഗ്രസ് ഉണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ്. അവിടെ ഇപ്രാവശ്യം ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവിന് സീറ്റ് കിട്ടിയിട്ടില്ല. അടുത്ത പ്രാവശ്യവും അവിടെ സീറ്റ് കിട്ടുവാനുള്ള സാധ്യതയില്ല. അങ്ങനെ ജനാധിപത്യ കേരള കോൺഗ്രസും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തിരച്ചു നീക്കപ്പെടും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് കേരള കോൺഗ്രസുകൾ ആകമാനം ഒരു നിലനിൽപ്പ് ഭീഷണിയെ നേരിടുന്നുണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നത് ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ഇനി മറ്റു ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞാൽ തോമസ് കെ തോമസും ഏലത്തൂരിൽ ശശിധരനും രണ്ടുപേരും മത്സരിച്ച് പരാജയപ്പെട്ട NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ സീറ്റുകളും അടുത്ത പ്രാവശ്യം NCPക്ക് ലഭിക്കുക സാധ്യമല്ല. ആ സീറ്റുകൾ സ്വാഭാവികമായും LDFിലെ നേതൃത്വം നൽകുന്ന ഘടകകക്ഷി എന്ന നിലയിൽ CPM പിടിച്ചെടുക്കും. അതായത് NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരള രാഷ്ട്രീയത്തിൽ ഇനി നിലനിൽപ്പില്ല 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വന്നാൽ കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന ഒറ്റ വ്യക്തിയുടെ മികവിലായിരുന്നു കഴിഞ്ഞ 2 ഇലക്ഷനിലായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനം സീറ്റ് നിലനിർത്തിയിരുന്നത്. ഇപ്രാവശ്യം കടന്നപ്പള്ളി രാമചന്ദ്രൻ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവസാനിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ കുറച്ചധികം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ അന്ത്യത്തിൻ്റെ വിധി എഴുതുന്നു എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമെന്ന് നിൽക്കുന്നു. ഇനി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ അത് കോഴിക്കോട് നോർത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് എങ്ങനെയോ വിജയിച്ച് ആയുസ് നീട്ടിക്കിട്ടിയ INL എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗുകാരൊക്കെ മൈദാ പാർട്ടി എന്ന് വിളിച്ച് ആരോപിക്കുന്ന INL അത് ഇപ്രാവശ്യം അവരുടെ സ്ഥാനാർത്ഥി അഹമ്മദ് തേവർകോവിൽ കോഴിക്കോട് നോർത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം LDFിൽ അവർക്ക് സീറ്റ് ലഭിക്കുന്ന ഒരു സാധ്യതയില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അന്ത്യം സംഭവിക്കും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി വന്നാൽ ജനതാദൾ സെക്കുലർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം BJPയുമായി കർണാടകയിൽ സഖ്യത്തിലായപ്പോൾ അതിൽ നിന്ന് മാറി ഉണ്ടായ ISGP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം കോവളം, തിരുവല്ല, ചിറ്റൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് മത്സരിച്ചത്. 3ഇടത്തും പരാജയപ്പെട്ടു. ഇപ്രാവശ്യം 3ഇടത്തും പരാജയപ്പെട്ടത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുവാൻ സാധ്യതയില്ല. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അന്ത്യം സംഭവിച്ചു എന്ന ഒരു വിലയിരുത്തലേക്ക് എത്താം. ഇനി RJD എന്ന് പറയുന്ന ജനതാദളിൻ്റെ മറ്റൊരു ഘടകമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കൽപ്പറ്റയിൽ പരാജയപ്പെട്ടു. കൂത്തുപറമ്പിൽ പക്ഷേ PK പ്രവീൺ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചുകൊണ്ട് 1286 വോട്ടുകൾക്ക് മാത്രം വിജയിച്ചുകൊണ്ട് ആ പ്രസ്ഥാനം ആയുസ് നീട്ടിയെടുത്തു. അതിന് ആ പ്രസ്ഥാനം RJD എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നന്ദി പറയേണ്ടത് മുസ്ലിം ലീഗിനോടാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ചില പടലപ്പിണക്കങ്ങളൊക്കെയാണ് കൂത്തുപറമ്പിൽ
ജയന്തി രാജൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുവാനും RJDയുടെ സ്ഥാനാർത്ഥി വിജയിക്കുവാനുമായിട്ടുള്ള കാരണം അത് രാഷ്ട്രീയമായിട്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജീവൻ നിലനിർത്തി കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇനി കേരളത്തിൽ രാഷ്ട്രീയ അന്തം സംഭവിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം RSP എല്ലാണ്. ലെനിനിസ്റ്റ് എന്ന് പറയുന്ന RSP ആണ്. കോവൂരിൽ മാത്രം കാണപ്പെടുന്ന ആ പ്രതിഭാസം കോവൂർ കുഞ്ഞുമോൻ്റെ പരാജയത്തോടുകൂടി ആ രാഷ്ട്രീയ പ്രസ്ഥാനവും അവിടെ അവസാനിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ഈ തിരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ ഒട്ടുമിക്ക ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അന്ത്യം സംഭവിച്ചു കഴിഞ്ഞു. നിയമസഭയിൽ അവർക്ക് പ്രാതിനിധ്യം ഇല്ലാതാകുന്നു എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നത് കേരള കോൺഗ്രസ് എമ്മിനാണ്. രാഷ്ട്രീയമായ ഉചിതമായ തീരുമാനമെടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് KM മാണിയെപ്പോലെ മഹാരഥന്മാരായ ഭരണാധികാരികളെ സമ്മാനിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് അപകടത്താണ് എന്ന ഒരു സവിശേഷതയുണ്ട്. UDFനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഘടകകക്ഷികൾ മികച്ച പ്രകടനം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുറത്തെടുത്തുണ്ടെങ്കിലും CMBയുടെ രാഷ്ട്രീയ ഗതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ട്. കാരണം CMBയോട് രാഷ്ട്രീയ പ്രത്യുപകാരം വീട്ടി. കാരണം CMBയുടെ നേതാവ് CP ജോൺ നിരന്തരം UDFൽ നിന്ന് പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ വിജയിപ്പിച്ച് MLA ആക്കി മന്ത്രിയാക്കിയതോടുകൂടി അദ്ദേഹത്തോടുള്ള പ്രത്യുപകാരം വീട്ടി എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് ഇപ്രാവശ്യം മത്സരിച്ച് ജയിച്ച തിരുവനന്തപുരത്ത് നിന്ന് സീറ്റ് കിട്ടുമോ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടെ VS ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പഴയ MLA മന്ത്രിയുമായിരുന്ന ആൾ അടുത്ത പ്രാവശ്യം സീറ്റിന് വേണ്ടി വാദമുന്നയിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ പിറകിൽ NSS ഉണ്ട്. NSSൻ്റെ വാത്സല്യനിധിയായ പുത്രനാണ് ശിവകുമാർ. അവിടെയൊക്കെ ചോദ്യം ഉയരുന്നുണ്ട് CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആയുസ്സിനെക്കുറിച്ചും. ഇനി RMPയുടെ KK രമ അവർ ഒരു പ്രാവശ്യം വടകരയിൽ പരാജയപ്പെട്ടാൽ 2 പ്രാവശ്യം UDF സീറ്റ് കൊടുത്തു വിജയിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി അവിടെ പരാജയപ്പെട്ടാൽ ആ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യവും അവിടെ സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ്. RSP കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. മത്സരിച്ച 5 സീറ്റിൽ 4 സീറ്റ് വിജയിച്ചിട്ടുണ്ട് RSP, സ്വതന്ത്രം ഉൾപ്പെടെ പയ്യന്നൂരിലെ. അങ്ങനെ ആണെങ്കിൽ RSPയുടെ ഒരു രാഷ്ട്രീയ ആയുസ് നീട്ടിക്കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 0 സീറ്റായിരുന്നു. ഇനി മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് UDFലെ മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാധ്യതയില്ല. കാരണം കഴിഞ്ഞ എല്ലാ ഇലക്ഷനുകളിലും പ്രകടനം മെച്ചപ്പെടുത്തി വരുന്ന വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയിലും മറ്റും ഒന്നും നമ്മൾ സംശയിക്കപ്പെടേണ്ടതില്ല. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗും CPMും CPIയും കോൺഗ്രസും ഒക്കെ ആയി ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. ചെറിയ ചെറിയ പാർട്ടികളുടെയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതായേക്കാം. ദേശീയ പാർട്ടികളും മുസ്ലിം ലീഗും ഒപ്പം കോൺഗ്രസും ഒക്കെ ഉൾപ്പെടുന്ന ആ മുന്നണി നിലനിൽക്കും. പക്ഷേ മറുസൈഡിൽ CPMും CPIയും ഉൾപ്പെടുന്ന LDF നിലനിൽക്കും. BJP കുറച്ചുകൂടി ശക്തമായി കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന തിരഞ്ഞെടുപ്പായിരിക്കും അടുത്ത പ്രാവശ്യം ഉണ്ടാകുക എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു വിലയിരുത്തലായി രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പുറത്തുവിടുന്നത്. എന്തായാലും ചെറിയ പാർട്ടികളുടെ ഒരു അപചയം അല്ലെങ്കിൽ അവർ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത് എത്രത്തോളം നല്ലതായിരിക്കും കേരള ജനാധിപത്യത്തെ വിശ്വാസികളെ സംബന്ധിച്ചെന്ന ചോദ്യം ഉയരുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവർ ജയ് ഹിന്ദ്.